ക്രീമൊന്നും ചേർക്കാതെ എന്നാൽ ക്രീമി ടേസ്റ്റിൽ ഒരു ബാച്ചിലർ സ്പെഷ്യൽ പനീർ കറി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമി പനീർ കറി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ നരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള, 1.5 തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏതുതരം ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5-6 കശുവണ്ടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരുപാടങ്ങ് കൂട്ടണ്ട. ഒരു സവാളയ്ക്ക് ഒരു ചെറിയ 1.5 വലുപ്പത്തിലുള്ള തക്കാളി എടുത്താൽ മതി, അല്ലെങ്കിൽ പുളി ഭയങ്കരമായിട്ട് കൂടിപ്പോകുവേ. അപ്പം തക്കാളി ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറുന്നിടം വരെ, നമ്മളുടെ തക്കാളിയൊക്കെ വെന്ത് ഉടയുന്നതും വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടുവരാം. ഈ ഒരു പരുവത്തിന് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സ്വല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് അരച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് അത് വഴറ്റി അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനീറാണ്. പനീർ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കണ്ട. ജസ്റ്റ് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ പനീറൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പനീർ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൂടെ ഒഴിച്ച് ഒരു ചെറിയ സ്പൂണ് മുഴുവനുള്ള ജീരകം നമ്മളൊന്ന് പച്ചക്കുത്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. അപ്പം നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കുക. അപ്പം ഞാനിവിടെ നമ്മുടെ ജാറൊന്ന് കഴുകിയിട്ട് ഉള്ളതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുള്ളത്. ഇത് ഇനിയും കുറുകും കേട്ടോ. അപ്പം ദേ ഈ ഒരു പരുവത്തിന് എടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് തിള കയറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗരം മസാലപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന രീതിക്ക് നല്ലതുപോലെ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് അടച്ച് വെച്ച് തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മളുടെ ഗ്രേവിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി തന്നെ നോക്കിക്കേ. നമ്മൾ കശുവണ്ടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകുവേ. അപ്പോൾ അതേ നമ്മളുടെ പനീർ ക്യൂബ്സ് ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പരിപാടികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിയും. പനീർ ചേർത്ത് കൊടുത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കുക. നല്ലൊരു ഫ്ലേവറിനായിട്ട് കസൂരി മേത്തി പൊടിച്ചത് ഇതിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉലുവയിലയാട്ടോ. കസൂരി മേത്തി എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ കറി. അപ്പോൾ കസൂരി മേത്തി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പാലാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്കാട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് തൂയി കൊടുക്കുന്നുണ്ട്. അതോടെ തൂയതിന് ശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. വീട്ടിൽ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലെങ്കിലും ഉള്ള ചേരുവകൾ വെച്ചിട്ട് നമ്മളതേ നല്ല ഒരു ക്രീമി പനീർ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. കാരണം ഇതൊരു ഒതൻറ്റിക് റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേങ്കിൽ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്